Hey, all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ് ഓർ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യാതെ പോകുന്നത്? ഈ സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഈ 3 പിക്ചറിൽ ഏതിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഒരു പിക്ചർ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പിക്ചറിനോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്കിടെ ചില ഹിന്റ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. പിക്ചർ നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള മെസ്സേജ് ആണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതും വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക്. കാരണം എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഹോംലെസ്, വീടൊന്നും ഇല്ലാത്ത അവസ്ഥ, അതായത് ഒന്നുകിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കില്ല നിങ്ങൾ ഇത്രയും കാലമായിട്ട് പോയിട്ടുണ്ടായിരിക്കാം, ഓർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചില പ്ലേസ്. ഹോംലെസ് എന്ന് പറയുന്ന സമയത്ത് വീടില്ലാതിരിക്കാന്ന് മാത്രം നല്ലതല്ല, നമുക്ക് നമ്മളിലേക്ക് കണക്ട് ചെയ്യാതെയും ഇരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് കുറച്ചുകൂടെ റീവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ആൻഡ് അവിടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് അവിടെ വേണ്ട ആളുകളുടെ സഹായം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സാധ്യതകൾ ഒരുപാട് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ മേ ബി ചില ആളുകൾക്ക് വലിയൊരു ലോങ് ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ വൈഫ് ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു മാസ്കുലൻ, നിങ്ങൾ ഫെമിനിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസ്കുലൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ കെട്ടിപ്പടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ലൈഫ് മറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കൊരു ടീം വർക്ക്, പാർട്ട്ണർഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി ഹോംലെസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാസസ്ഥലം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നുണ്ട്. സോ ഒന്നുകിൽ നിങ്ങൾ വീട് വെക്കുന്നതായിരിക്കാം, അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കാം, അത് റിലേറ്റഡ് ആയിട്ട് ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടി അപ്രൂവൽസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കാം, നിങ്ങൾ അതിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കാം. ഒരു ചില ആളുകൾ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ ബെസ്റ്റ് പ്ലേസ്, നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു ഫാമിലി ഉണ്ടാക്കിയെടുക്കാനും. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓൾറെഡി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോപ്പും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോപ്പ് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ചില ആളുകൾ ഓൾറെഡി അത് സെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സെക്യൂർ ആവാൻ പോവാണ്, നിങ്ങൾക്ക് അതുപോലത്തെ ഫീലിങ്സ് ഉണ്ടാവാൻ പോവാണ്, നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയ്ക്കുള്ള ആൻസർ കിട്ടുന്ന ഒരു സമയമാണ്. ഓക്കെ, അത് കേൾക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, അത് ഗ്രാൻഡഡ് ആവുന്ന ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് കിടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നോക്കുന്നത് വേറൊരു കാര്യമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീടൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റെന്റഡ് ഹോം ആയിരിക്കാം നോക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ചെന്നെത്തുന്നത് നിങ്ങളുടെ ഒരു സ്വന്തം വീട്ടിലായിരിക്കാം, നിങ്ങൾ സ്വന്തം വീട് നേടിയെടുക്കുന്നതായിരിക്കാം, സ്വന്തം ഒരു വാസസ്ഥലം നിങ്ങൾ സ്വന്തമാക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവില്ല നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം ഇത് നടക്കോ ഇല്ലയോ എന്നുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിശ്വാസം, ആഗ്രഹവും വിശ്വാസവും തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ, ആഗ്രഹവും വിശ്വാസവും തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ, അത് ബാലൻസ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ നല്ല ഹോപ്പ് വെക്കേണ്ട ഒരു സമയമാണ് ലൈഫിനെ പറ്റി. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി ചില നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പെർമനന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നേടിയെടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ഒരുപാട് കഷ്ടപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ലൈഫിൽ വെരി സൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പല ഏരിയാസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, ലൈക്ക് റിലേഷൻഷിപ്പ്, മാരേജ് ലൈഫ് ഓർ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് അത്ര ഒരു കംഫർട്ട്, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇപ്പൊ ഫൈനാൻഷ്യലി വരുന്ന സമയത്തും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല, അവർ അതിന്റെ പോസിബിലിറ്റി നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരും അതിന്റെ പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. നിങ്ങളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആരോ ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് എസ്പെഷ്യലി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, അത് പല ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിരിക്കാം, മണി റിലേറ്റഡ് ആയിരിക്കാം, ഫാമിലിയിൽ വരുന്ന സമയത്തായിരിക്കാം, റിലേഷൻഷിപ്പ്, ഓക്കെ, ഹെൽത്ത് സിറ്റുവേഷൻ. സോ അവിടെ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വെരി സൂൺ. അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങളെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്തതൊന്നും നിങ്ങളുടെ ഒരു നല്ല കർമ്മയും നിങ്ങൾ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ആളുകളുടെ അടുത്ത് നിന്നായിരിക്കാം, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നതായിരിക്കാം, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ഹാർഡ് വർക്ക് കൊടുത്തിട്ടുള്ള കാര്യമായിരിക്കാം, അവിടുന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. വീടുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പഠനപരമായിട്ടുള്ള കാര്യമായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയം വരെ നിങ്ങളുടെ നിലനിൽപ്പിനാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സേവിങ്സ്, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫൈനാൻഷ്യൽ ചേഞ്ച്, നിങ്ങൾ ഏതൊക്കെയോ സമയത്ത് ഫാന്റസൈസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ലൈഫ് ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്നുണ്ട്. ടിപ്പ് നമ്പർ 1, നിങ്ങളുടെ ജെന്യൂനിറ്റി, നിങ്ങളുടെ ഒരു ആത്മാർത്ഥത. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഈ ഒരു സമയം വരെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് തരുന്നുണ്ടായിരിക്കും. അതൊരിക്കലും നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു വാല്യൂ എത്രമാത്രം ഉണ്ടെന്നുള്ളത് മേ ബി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളോ ആളുകളോ സിറ്റുവേഷനോ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, സ്പെഷ്യലി നിങ്ങളുടെ ഒരു ജെന്യൂനിറ്റി, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലൊക്കെ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഒന്നെങ്കിൽ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യമായിരിക്കാം, നിങ്ങൾ എവിടെയെങ്കിലും സെറ്റിൽ ആവുന്നതായിരിക്കാം, നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കാൻ പോകുന്ന ഒരു സമയമാണ്. സോ ആർക്കെങ്കിലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇമോഷണലി വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ. സോ അവരുടെ ഭാഗത്തുനിന്ന് ചില ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒരുപാട് കൺസിഡർ ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തരുന്നതായിട്ടും അല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്ട്, ഒരുപാട് കൺസിഡറേഷൻ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അത് മേ ബി ലൈക്ക് നിങ്ങൾ ഇത്ര കാലമായിട്ട് സഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ. സോ 1-2-3 മാസമായിട്ട് നിങ്ങൾ ചില കാര്യത്തിൽ അത്ര വലിയൊരു അറ്റൻഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ. കാരണം ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ. അത് നിങ്ങൾക്കൊരു ചാൻസ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇറ്റ്സ് ഓൾ അപ് ടു യു. അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ആക്ച്വലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരാൾ വളരെ ജെന്യൂൻ ആയിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോകുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി. ഓക്കെ. ട്രാപ്ഡ് ഇൻ ഫിയർ. ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് ആർക്കും വളരെ പേടി ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി നഷ്ടബോധം ഉണ്ടാവുന്നുണ്ട്. ആക്ഷൻ ചെയ്തു പോയിട്ടുള്ള ചില ആക്ഷൻ ആയിരിക്കാം. ഓക്കെ. ഹേർട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ പല ഏരിയാസിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട്ഷിപ്പ്, വർക്ക് പ്ലേസ്, ഫാമിലി, പാർട്ട്ണർ, റിലേഷൻഷിപ്പ്. ഓൾറൈറ്റ്. ബിക്കോസ് ആർക്കോ ഒരാൾക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ അടുത്ത് ചില കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടോ ഓർ ചില കാര്യങ്ങൾ അവിടെ ബാലൻസ്ഡ് ആയിരുന്നില്ല. ഓക്കെ. സോ ഓൾറൈറ്റ്. ഓക്കെ. സോ ചില ആളുകൾക്ക് മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ ആക്ച്വലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ മേ ബി ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അവർ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് വളരെ നല്ല ഹോപ്പ് വെക്കേണ്ട ഒരു ടൈമാണ്. കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള അവരുടെ ഒരു ആക്ഷൻ കൊണ്ട് നിങ്ങൾ ഒന്നും അല്ലാതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ആരാ എന്താന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. ചില ആളുകളുടെ ആക്ഷൻസ്, അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇപ്പൊ നമ്മൾ എത്ര ചെയ്തു കൊടുത്തിട്ട് മനസ്സിലാവാത്ത ചില പ്ലേസസ്. ഓക്കെ. അത് വർക്ക് പ്ലേസും ആയിരിക്കാം ചില ആളുകൾക്ക്. സോ നിങ്ങളുടെ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആക്ച്വലി അവരെ റിയലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ആ ഒരു സാഹചര്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ആക്ച്വലി ചില പ്ലേസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നത് വരെ ചില ഇമോഷണൽ സിറ്റുവേഷന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിലേക്കും ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ. അതായിരിക്കും നിങ്ങളുടെ ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. മനസ്സും ശരീരവും വേറെ വേറെ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാവുന്നില്ല. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി നിങ്ങളിലേക്ക് കുറച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ മൈൻഡും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് ഓക്കെ എന്തെങ്കിലും സംഭവിച്ചത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം ഇതിനു മുൻപ്. കാരണം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനീഷ്യലി പറഞ്ഞതുപോലെ ഹാവ് ദ ഹോപ്പ്. ഓക്കെ. ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം അത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്. ചില സാഹചര്യം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. മേ ബി നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത ഒരാളുകളുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രീതിയിലും ഒരു സപ്പോർട്ടും കിട്ടാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അവിടെ നിന്ന് ഇറങ്ങി വന്നാലേ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ വരുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈമാണ്. കാരണം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്. സോ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതും കൊണ്ടിട്ടേ നിങ്ങൾ നിങ്ങളിലേക്ക് പോവുള്ളൂ. അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും, ലൈഫ് ലോങ്ങിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ. സോ എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് എന്തോ ഇല്ല എന്നുള്ള എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അത് ആവാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതൊരു ലൈക്ക്നെസ് കൊണ്ടായിരിക്കാം. ഓക്കെ. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ്,
വീട്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ്. ഇപ്പൊ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കുറച്ചുകൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. Okay, so that's group number 1 ningalkulla reading. Hope you like this reading. Let's move to group number 2 now. Hey, group number 2. Picture number 2 select ചെയ്തിട്ടുള്ള ആളുകള് നിങ്ങളൊരു വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയിൽ കൂടിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം പല ആളുകൾക്കും ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യത്തിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. വളരെ ഡീപ്പായിട്ട് നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മളുടെ മിസ്റ്റേക്സ് എന്താന്ന് മനസ്സിലാക്കുക, നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മള് അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യുക, മറ്റുള്ള ആളുകളുടെ വാലിഡേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മളുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കഴിവാണ്. ഓക്കെ, പല ആളുകളും അതിലേക്കൊക്കെ എത്താൻ കുറെ സമയം എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കില്ല. മേ ബി അതിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കുന്ന ചില ലൈഫ് ഇൻസിഡന്റ് നിങ്ങളെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ മനസ്സിലാക്കേണ്ട, നിങ്ങളെ നോക്കണ്ട, നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. വളരെ ഇന്റൻസ് ആയിട്ട്, ഓക്കെ, വളരെ ആഴത്തിലുള്ള എക്സ്പീരിയൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 1. സോ ഇറ്റ്സ് ലൈക്ക് ഒരു സോളിറ്റ്യൂഡ് മോഡിൽ കൂടി ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഒറ്റയ്ക്കുള്ളൊരു ജേർണിയാണ്. മേ ബി നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് സെൽഫായിട്ട് എൻജോയ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് സോളോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, യാത്രകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓൾറൈറ്റ്, എല്ലാ ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ വിട്ടുമാറി നിൽക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു കമ്പനി എൻജോയ് ചെയ്തു വരുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടി ആയിരിക്കാം. കാരണം ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കത് പേടിയായിരിക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്നുള്ള ഒരു കാര്യം, ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, എവിടെയെങ്കിലും പോവാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ പേടിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഈ ഒരു സമയം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാണ്. നമ്മൾ കുറെ നേരം നമ്മൾ മിററിൽ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ആരാണെന്നുള്ളത് തോന്നും, അല്ലെ? സോ ആരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പറയൂ. കുറെ നേരം നമ്മൾ നമ്മളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കാണുന്ന ഒരു ഫേസ് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ലൈക്ക് അതൊരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വളരെ ഡീപ്പ് ലെവലിൽ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ അപ്പിയറൻസ് എന്താന്നുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പെട്ടെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം. അത്ര കാലമായിട്ട് ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് ലൈഫ് ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരുപാട് പാർട്ടി ചെയ്യുക, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ആളുകളിൽ കണക്ട് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതായിരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇവന്റ് ഒന്നും സംഭവിക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നതായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ഒരു അടുത്തൊരു സുഹൃത്തിനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുന്നത് പോലെ. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് നിങ്ങൾ നിങ്ങളുടെ സോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സീ, നിങ്ങൾക്കുള്ളൊരു അഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുള്ളൊരു അഫർമേഷൻ, you need to be grateful for yourself. Okay, so നിങ്ങൾക്ക് വേണ്ടി ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഇന്റൻസ് ലെവലിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സേ ഐ ലവ് യു ടു യുവർ സെൽഫ്. ഓക്കെ, എപ്പോഴും നിങ്ങളെ കാണുന്ന സമയത്ത്, മിററിൽ കാണുന്ന സമയത്ത്, കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ക്ലെൻസിങ് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ട്, നിങ്ങളുടെ ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ സർക്കിളില്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പില് ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഗ്രൂപ്പ് നമ്പർ 2. സി
ആൻഡ് അതാണ് നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് ആക്കുന്നത്, അതാണ് നിങ്ങൾ ഒരുപാട് ഡിഫറെന്റ് ആക്കുന്നത്, അതാണ് നിങ്ങൾ ഒരുപാട് കൈൻഡ് ആക്കുന്നത് ഗ്രൂപ്പ് നമ്പർ 2. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് കൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡിഫറെന്റ് രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ ടച്ച് ആൻഡ് കെയർ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അമേസിംഗ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങളുടെ സ്ട്രെങ്ത്, അത് ആ ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബ്യൂട്ടി നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം ഒരു ഏജിന് ശേഷം, ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം. ഓക്കെ, ഇത്ര കാലം നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് അങ്ങനെ വലിയ സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിന്നു, പക്ഷെ നിങ്ങളെ കണക്ട് ചെയ്യേണ്ട ചില കാര്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. ഓൾറൈറ്റ്, നിങ്ങൾ അത്ര കാലമായിട്ട് നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. അവിടെ അത്ര കാലമായിട്ട് നിങ്ങൾക്ക് സന്തോഷം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നൊരു റിയൽ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, ഒരു റിയൽ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, അങ്ങനെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്ന ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആവുന്നുണ്ട്, വളരെ എനർജറ്റിക് ആവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഒരുപാട് എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് പെട്ടെന്ന് ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ. ഓക്കെ, മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്കത് നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് പോലെ. എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ ഒരു സ്ട്രഗിൾ ആണ് നിങ്ങളെ ഇങ്ങനെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഗ്രൂപ്പ് നമ്പർ 2. ചില ആളുകൾക്ക് നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നാണ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഓൾറൈറ്റ്, ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങള്, ചില സിറ്റുവേഷൻ നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്, പഠിച്ചിറങ്ങി വരുന്നുണ്ട്. ഓക്കെ, അതായിരിക്കും നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് തരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് തരുന്നത്, നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആക്കുന്നത്. പല ആളുകൾക്കും സംഭവിക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഫൈറ്റ് ചെയ്തത് അതും കൊണ്ടല്ല വരുന്നത്, അവിടുന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്, അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കൊണ്ടിട്ടാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില ആളുകളായിരിക്കണം എന്നില്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 2. ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കണ്ണാടി പോലെ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്ര ഇന്റൻസ് ആയിരിക്കാം, ചില സെപ്പറേഷൻ നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ചില പ്ലേസിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വളരെ ബോൾഡ് ആയിട്ട്, വളരെ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി ഫോർ യു. ഓൾറൈറ്റ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഡിവൈൻ സപ്പോർട്ട് ഓർ നിങ്ങൾക്ക് ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ചില സമയത്ത് നമുക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾക്ക് ഉണ്ടാവും, പക്ഷെ നമ്മളെ നോക്കുന്നില്ല, അത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് നമ്മൾ എടുക്കില്ല, ആ ഒരു സൈൻ നമ്മൾ എടുക്കില്ല.
അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണോ കിട്ടുന്നത്, നമുക്ക് എന്ത് ഡയറക്ഷൻ ആണോ കിട്ടുന്നത്, നമ്മളത് ആ ഒരു ഭാഗത്തേക്ക് നോക്കില്ല. നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടേതാണെന്ന് വിചാരിച്ചിട്ടുള്ള ഇതെന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ, നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗം മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്, അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് ചില ആളുകള്. ലൈക്ക് എ ലെസൺ, നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില അച്ചീവ്മെന്റ്സ്, നിങ്ങൾ എടുത്തിട്ടുള്ള ചില ആക്ഷൻസ് നിങ്ങളെ തന്നെ ഒരുപാട് അഡ്മയർ ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ സാധിക്കുന്നുള്ള ഒരുപാട് കൈൻഡ് ഓഫ് കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2, റൈറ്റ്? ആൻഡ് മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി മനസ്സിലാക്കുന്നുണ്ട്. അതൊന്നുകിൽ നിങ്ങളുടെ തന്നെ ചില കാര്യങ്ങളായിരിക്കാം, ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, ഇത്ര കാലം എന്താണോ നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഒരുപാട് ടോക്സിക് ആക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പെരുമാറ്റത്തിൽ അത് ഒരുപാട് ടോക്സിസിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഗ്രീഡി ആയിട്ടുണ്ടായിരിക്കണം ചില പ്ലേസില്, ചില സിറ്റുവേഷനില്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ചില കാര്യങ്ങള്, നിങ്ങൾക്ക് റൈറ്റ് അല്ലാത്ത ചില കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചില ആളുകളുടെ സിറ്റുവേഷൻ ആണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇത്ര ഒരു ഗ്രേറ്റ് റിയലൈസേഷൻ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സമയത്താണ്. നിങ്ങളുടെ ഹാബിറ്റ്, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾക്ക് വലിയൊരു അവയർനെസ് ഉണ്ടാവുന്നത് നിങ്ങൾ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ്. നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അതുവരെ നിങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങള്, സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ, മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ടോക്സിസിറ്റി എന്താന്നുള്ളത്, എന്താണ് നിങ്ങളെ ടോക്സിക് ആക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് എക്സ്പീരിയൻസ് തരുന്നത്, ആരാണ്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരുത്തി കുറിക്കാൻ സാധിക്കുന്നത്, തിരുത്തി എഴുതാൻ സാധിക്കുന്നത്. നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്റർ ആവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2 മുന്നോട്ട് വരുന്ന സമയത്ത്. സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പവർ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ ഒരുപാട് കോൺഫിഡന്റ് ആവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്, നിങ്ങൾ സെൽഫായിട്ട് ചില അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മേലെ ഉണ്ടാവുന്നത്. ആൻഡ് മോർ ഓവർ നിങ്ങൾ ഒരുപാട് നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്രൂവ് കൊടുക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള ആളുകളുടെ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. അവരങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്നാലേ ഒരു വർത്ത് ആയിട്ട് തോന്നുന്നുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല മുന്നോട്ട് വരുന്ന സമയത്ത്. കാരണം നിങ്ങൾക്ക് ആ ഒരു സെൽഫ് അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്, ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. Alright, group number 2. Let's take a few more message. Intuition, destiny and shadow. എക്സാക്ട്ലി, നിങ്ങൾ ഒരുപാട് ഷാഡോ വർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഒരു മിറർ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് ചില അമേസിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ നിങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങൾ അതൊക്കെ റിവീൽ ആവുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, ഡിവൈൻ ഡെസ്റ്റിനി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ചില വാതിൽ കൂടെ നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്, ചില വാതിലുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏത് വാതിലിൽ പോയിട്ടാണോ നിങ്ങൾ മുട്ടുന്നത്, ഏത് വാതിൽ നിന്നാണോ നിങ്ങൾ ഒരു സഹായമോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും തുറക്കാത്തൊരു വാതിലിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ മുട്ടാൻ നിൽക്കരുത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടാത്തൊരു പ്ലേസിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. അങ്ങനത്തെ ചില റിയലൈസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നോക്കുക, ഓപ്പർച്യൂണിറ്റീസ് നോക്കുക.
മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് ഇതുപോലത്തെ ചേഞ്ചസ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ടാലന്റ്, എസ്പെഷ്യലി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കും, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടായിരിക്കണം. ആൻഡ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അത് ആക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി എടുക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ചേഞ്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, ചുറ്റുപാടും ആളുകൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വെള്ളം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈൻ ആണ്. വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഡ്രെയിൻഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം വെള്ളത്തിന്റെ അടിയിൽ പോയിരിക്കുന്നതും വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ ഹീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം വാട്ടർ എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ക്ലീൻ ആയിട്ടുള്ള, ഇറ്റ്സ് ഓൾസോ കൺഫേമിങ്, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ക്ലീൻ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതോ വളരെ കാം ആയിട്ടുള്ള വെള്ളമുള്ള ഏരിയാസ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രതിബിംബം വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കുള്ള ഒരു സൈൻ ആണ് അത്. കാരണം നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളത് ഡീപ്പർ ലെവലിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഷാഡോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ആ ഒരു ഡീപ്പർ ലെവലിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരുപാട് കൺഫർമേഷൻ ആണ്. എസ്പെഷ്യലി നിങ്ങൾ വെള്ളം ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സൈൻ ആണ്. മിറർ നിങ്ങൾക്കുള്ളൊരു സൈൻ ആണ്. ഓക്കെ, മിററിൽ നിങ്ങൾ കാണുക, അൺഎക്സ്പെക്ടഡ് ആയിട്ട് മിററിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് സൈൻ ആണ്. ഇതുപോലത്തെ ഒരു അവേക്കനിങ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ചില ആളുകളുടെ സ്വഭാവം നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം ചില ആളുകളുടെ സ്വഭാവം. നിങ്ങളുടെ ഉള്ള ഒരു അപ്രോച്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം, നിങ്ങളും അങ്ങനെയാണല്ലോ ആളുകളെ ട്രീറ്റ് ചെയ്യുക, നിങ്ങളും അങ്ങനെയാണല്ലോ. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം, നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത ചില സ്വഭാവങ്ങളും ആയിരിക്കാം. ചെയ്യുന്ന ആക്ഷൻ, ഓൾറൈറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ ആണെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. ചില ആളുകളുടെ ആക്ഷൻസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ സമയത്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറ്റാനും നിങ്ങളെ റീബിൽഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. അതൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. ഗ്രൂപ്പ് നമ്പർ 3, പിക്ചർ നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ചില സൈൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് തിങ്, ലൈഫ് കുറെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒട്ടും ക്ഷമയില്ലാത്ത ആളുകളായിരിക്കാം മേ ബി നിങ്ങളൊക്കെ, അല്ലെങ്കിൽ ആക്ഷൻ ഒക്കെ എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന ആളുകളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം, അതിങ്ങനെ ചിന്തിച്ച് ആക്ഷനിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇംപേഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ പേഷ്യന്റ് ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാത്ത ചില കാര്യത്തിനോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് റെയർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും വരില്ല, നിങ്ങൾ ഒട്ടും ചിന്തിക്കാത്ത ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരിക്കലും വരില്ല എന്ന് തോന്നിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾക്കൊട്ടും കൺവിൻസ്ഡ് ആവാത്ത ചില സിറ്റുവേഷൻ ഇത്ര കാലമായിട്ട് എങ്ങനെയായിരുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്.
ഓൾറൈറ്റ്, അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ വളരെ സ്പെഷ്യൽ ആൻഡ് റെയർ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റൈറ്റ് എനർജി കണക്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ എനർജി ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങൾക്കൊക്കെ അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത്, സോ ഒരു ടൈം വരെ ഇങ്ങനത്തെ ആളുകളായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ഇത് നിങ്ങളുടെ ഒരു വിശ്വാസമല്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചില ആളുകള് അവർ ചെയ്യുന്ന കാര്യങ്ങള് അത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകളെയൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരായിട്ട് നല്ല സൗഹൃദങ്ങള്, അവരെ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആക്ഷൻസ്, അവർ ചെയ്യുന്ന പ്രവൃത്തി, അവരുടെ ലൈഫ് നിങ്ങളും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പോകുന്ന ചില ലൈഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ റെയർ ആയിട്ടുള്ളതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ വരും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓൾറൈറ്റ്, സോ ചില ആളുകൾ നിങ്ങൾ പുതിയ വർക്ക് പ്ലേസിലേക്കൊക്കെ വരുന്നുണ്ട്, ചില കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, ചില കാര്യം ആക്ഷനിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആൻഡ് റീകണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, ഇറ്റ്സ് ലൈക്ക് ഓക്കെ, മേ ബി നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ആളുകളെ കണക്ട് ചെയ്യാം, റിയലൈസ് ചെയ്യാം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അവിടെ ഏജ് ഡിഫറൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള പേഴ്സണും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത് വളരെ ഏജ് ഉള്ള ഒരു പേഴ്സണും ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, സെയിം ജെൻഡർ ഓർ ഡിഫറെന്റ് ജെൻഡർ കോൺസെപ്റ്റ് ഉള്ള ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട്ലി, നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ട് അത് ആ ഒരു കാര്യം. ഇത് നിങ്ങൾ ആഗ്രഹിച്ചതും ഒന്നുമല്ല, നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനേ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് ഒന്നും നിങ്ങൾ വരില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു കർമ്മ, ഓക്കെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, പാഷൻ, അട്രാക്ഷൻ. കാരണം നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചില അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒട്ടും എത്ര കാലമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ചില വ്യക്തികളുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ആൻഡ് ബി കെയർഫുൾ. ഓൾറൈറ്റ്, സോ ഇങ്ങനെ ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് ഞാൻ ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനോട് വലിയ ഇഷ്ടം തോന്നാണ്. നിങ്ങളുടെ സാഹചര്യം കൊണ്ട് അങ്ങോട്ട് വരിക എന്നുള്ളതല്ല, നിങ്ങൾ അതിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്തൊരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടാവാണ്, ചില ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടാവാണ്. ഓക്കെ, ഗ്രേറ്റ്. ഗ്രൂപ്പ് നമ്പർ 3 എന്തൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, അങ്ങനെ ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്, ക്ലോസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ ഒരു ഫസ്റ്റ് ആക്ഷൻ, ഫസ്റ്റ് എക്സ്പീരിയൻസ്, ആ ഒരു പുതുമ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് നിങ്ങൾക്ക് ആ ഒരു പുതുമ ഉണ്ടാവുന്നുണ്ട്.
സോ നിങ്ങൾ എന്തെങ്കിലും മേജർ ആക്ഷൻസ് മുന്നോട്ട് വരുന്ന സമയത്ത് എടുക്കുന്നുണ്ടായിരിക്കണം. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. നിങ്ങളുടെ ഒരു കറന്റ് കമ്പനി നിങ്ങൾ മാറുന്നതായിരിക്കാം, ഒരു കറന്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ മാറിയിട്ടൊരു പുതിയൊരു സാഹചര്യത്തിലേക്ക് വരുന്നതായിരിക്കാം. കാരണം ചില ആക്ഷൻസ് നിങ്ങൾ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് സാധിച്ചിട്ടില്ല. ആൻഡ് ഫൈനലി മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾ മുഖാമുഖം കാണുകയാണ്, അത് ഫേസ് ചെയ്യാണ് നിങ്ങൾ. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള അത് കൊണ്ടുവരുത്തുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അതേസമയം അതിലേക്ക് വരുന്നത് വരെ ആ ഒരു ഫസ്റ്റ് ലെഗ് എടുത്ത് വെക്കുന്ന ആ ഒരു ടെൻഷൻ, ആങ്സൈറ്റി എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓരോ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് അത് എത്രമാത്രം ടഫ് ആണെന്നുള്ളത് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് മനസ്സിലാക്കാതെ നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഒരു സക്സസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ നിങ്ങളുടെ ഒരു സക്സസ് ആർക്കൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രൗഡായിട്ട്. സോ ലൈഫിൽ എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, മൂവിങ് ഓൺ. വളരെ ഹാർഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ചെറിയ ചെറിയ ആക്ഷൻ പോലും നിങ്ങൾക്ക് വലിയൊരു സക്സസിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ ട്രബിൾ ആയിരിക്കാം, അതൊക്കെ നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ലേഷ്യർ ടൈം പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫ്രീ ടൈം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം. അവിടെ നിങ്ങളൊരു ഹാർഡ് വർക്ക്, നിങ്ങളുടെ സ്ട്രഗിളോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയോ ഒന്നും അവിടെ നിങ്ങൾ അത് ബോധർ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ കാരണം അല്ലെങ്കിൽ തിരക്ക് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം, നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം, ഒരു കൈൻഡ് ഓഫ് വെക്കേഷൻ പോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അത് മേ ബി കുറച്ച് സമയത്തേക്കായിരിക്കാം. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആവുന്നുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെ, മീറ്റ് ചെയ്യുന്ന ചില ആളുകളിലൂടെ നിങ്ങൾക്കൊരു റെയർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിഷ് കം ട്രൂ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിലുണ്ട്, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ട്രസ്റ്റ് മീ ഗൈസ്, ലൈക്ക് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില മൊമെന്റ്സ്. ഓക്കെ, സോ ഒരാളുടെ ഒരു പ്രസൻസ് നിങ്ങൾ എത്രമാത്രം എൻജോയ് ചെയ്യാൻ പോവാണെന്നുള്ളത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ പ്രസൻസ്, ഒരാളുടെ ഒരു അഫെക്ഷൻ, കെയർ, ഫിസിക്കലി നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്ന മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ടിപ്പ് നമ്പർ 2, ഡിസയർ ഓർ നിങ്ങളുടെ ഒരു സീക്രട്ട് വിഷ്, സീക്രട്ട് ആയിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയൊരു ലൈക്ക് ഒരു നിങ്ങൾ ചില കാര്യങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റെയർ ആണ്, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് വാവ്, ആഹാ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, ഒരുപാട് റിച്ച്, ഒരുപാട് പ്രൗഡ്, ഫ്രീഡം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. സ്നേഹം കൊണ്ടും ക്യാഷ് കൊണ്ടും, മണി, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്താന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് നമ്പർ 3, മേ ബി നിങ്ങൾ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഒരു സന്തോഷമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫെയിം, എന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫെയിം ആണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ഒട്ടും എവിടെയും ഫോക്കസ്ഡ് അല്ല. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യത്തില് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാന്നുള്ളതല്ല, നിങ്ങളും വേറെ എന്തോ ഒരു കാര്യം, നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നുന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് അത് മാത്രമാവാണ്. അത് നിങ്ങളുടെ കുറച്ച് സമയത്തേക്കെങ്കിലും അത് നിങ്ങളുടെ ഒരു ലോഗാവാൻ പോവാണ്. അതൊന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, പെട്ടെന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം. ഓക്കെ, സോ അതിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യാണ്, ലൈക്ക് സെക്കൻഡ്സിൽ നിങ്ങൾ ഗ്രോ ചെയ്യാണ്.
ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഫെയിം, നിങ്ങൾക്ക് ഒരുപാട് പ്രശസ്തിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അട്രാക്ഷൻ. ചില ആളുകൾ പ്രഗ്നൻസി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ യെസ്, പ്രഗ്നൻസി റിലേഷൻഷിപ്പ് കൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വെറും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ഒരു എക്സ്ട്രീമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രഗ്നൻസി നോക്കുന്ന ആളുകൾ റിലേഷൻഷിപ്പിൽ, ഓക്കെ, ഇത് ലൈക്ക് ദിസ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3. സീരിയസ്ലി നിങ്ങൾ എന്തെങ്കിലും പ്രഗ്നൻസി സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, ഓർ റിലേഷൻഷിപ്പ്, ഓക്കെ, ഓർ നിങ്ങളൊരു സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, ഫാമിലിയിൽ വരുന്ന സമയത്ത്. അമ്മ, അച്ഛനാവുക, അമ്മയാവുക, വൈഫ്, ഹസ്ബൻഡ്. നമ്പർ 3, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള പകൽ സ്വപ്നം, ഓക്കെ, കൈൻഡ് ഓഫ് ഫാന്റസി പോലത്തെ ചില കാര്യങ്ങൾ, അത് നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ചില സ്വപ്നങ്ങളുണ്ട്. ഓക്കെ, അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതായിരിക്കാം, ഇങ്ങനത്തെ ജോബ്, ഇങ്ങനത്തെ ഒരു ജോബ് സ്റ്റൈൽ, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, അത് നിങ്ങൾ അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഒരു നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുന്ന് ഹ്യൂജ് ഇൻകം, ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ട്. പ്രഗ്നൻസി, ഡെഫിനറ്റ്ലി പ്രഗ്നൻസി ഒക്കെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പ്രഗ്നൻസി ടൈം കഴിഞ്ഞ് നിങ്ങൾ ഡെലിവർ ആവാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ആരുടെങ്കിലും ഒരു ഗാർഡിയൻ ആവുന്നതായിരിക്കാം, ആരുടെങ്കിലും അങ്ങനെ അമ്മയോ അച്ഛനോ ആയിട്ട് നിങ്ങൾ വരുന്നതായിരിക്കാം. സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളാണെന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഗ്രൂപ്പ് നമ്പർ 3, ട്രസ്റ്റ് മീ, നിങ്ങൾ അങ്ങനെയല്ല. കാരണം നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്താണ് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വലിയ സീരിയസ് ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ കെയർ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു സൗന്ദര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. തമാശ പറയുന്ന പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ബിസിനസ് മാൻ, മണി, ക്യാഷ് ഒക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി, ഫാമിലി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്ര കാലം നിങ്ങൾ എന്താണോ നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ല നിങ്ങൾ എക്സാക്ട്ലി. ഗെറ്റ് റെഡി. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ഐ ഡോണ്ട് നോ, ലൈക്ക് ഹാർമണി. സോ ഒരു ഗ്രേറ്റ് റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, ആൻഡ് ബി റെഡി ഫോർ ദാറ്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ, നിങ്ങളൊരു ഡേ ഡ്രീം ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇയാളായിട്ട് എനിക്ക് റിലേഷൻഷിപ്പിൽ വരാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ലൈക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അത് മ്യൂച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചില ആളുകൾക്ക്, മിക്ക ആളുകൾക്കും അത് റൊമാൻസ് സിറ്റുവേഷൻ ആണ്, റൊമാൻറ്റിക് ലൈഫാണ്, നിങ്ങളുടെ ഒരു റൊമാൻസ് ലൈഫാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേറെ ഏരിയാസിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ അത് എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്താണോ നിങ്ങളെ കണ്ണ് അങ്ങനെ തുറപ്പിക്കുന്നത്, നിങ്ങൾ ചില അനുഭവത്തിലൂടെ നിങ്ങളുടെ കണ്ണ്, ഓ ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്ക് ഇതായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത്, ഞാൻ ഇതായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് റിയലൈസേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഐഡന്റിറ്റിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ റഫായിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അധികം സംസാരിക്കില്ല, നിങ്ങൾ അപ്രോച്ചബിൾ അല്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ആളുകൾക്ക് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു മാറ്റം സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആവുന്നുണ്ട് ആളുകൾ. ഓക്കെ, സോ നിങ്ങളുടെ എന്തൊക്കെയോ ഒരു ഹിഡൻ ബ്യൂട്ടി, എസ്പെഷ്യലി ഭംഗി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ എക്സ്ട്രീംലി നിങ്ങൾ വളരെ സൗന്ദര്യമുള്ള ആളുകളാണ്. ഇൻ ആൻഡ് ഔട്ട് നിങ്ങളുടെ ഉള്ളിലെ സൗന്ദര്യമാണ് നിങ്ങൾക്ക് പുറത്തേക്ക് അത് ഗ്ലോ ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ എന്തൊക്കെയോ ഒരു ഫിസിക്കൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നല്ല രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ നോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.